Smart Academy for Excellence. Now learn online. Hi all, welcome back to Smart English class. In the previous class, we discussed about a beautiful story named The Boy Who Drew Cats. And today we are going through the rest of the portion of the story. Okay. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest, so he was afraid to go home. അങ്ങനെ ആ കുട്ടി ആ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ടെമ്പിളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവന് വളരെയധികം സങ്കടത്തിലാണ്, വളരെയധികം ദുഃഖത്തിലാണ് അവൻ ഇറങ്ങിയത്. കാരണം അവൻ തിരിച്ചവൻ്റെ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവൻ്റെ പാരൻസ്, അവൻ്റെ അച്ഛൻ അവനെ എന്തായാലും പണിഷ് ചെയ്യും, അവനെ ശിക്ഷ കൊടുക്കും. കാരണം ആ പ്രീസ്റ്റിനെ അനുസരിക്കാതെ ആ ഒരു ടെമ്പിളിൽ നിന്ന് ഇറങ്ങി വന്നതിന് എന്തായാലും അവൻ്റെ പാരൻസ് അവനെ ശിക്ഷിക്കും. അതുകൊണ്ട് അവന് വീട്ടിൽ പോവാൻ തോന്നിയില്ല. At once he remembered that at the next village 12 miles away there was a very big temple. അങ്ങനെ അവനിങ്ങനെ ഓർത്ത് നോക്കിയപ്പോൾ അവൻ്റെ അടുത്ത ഗ്രാമത്തിൽ ഒരു 12 മൈൽസ് അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ, 12 മൈൽസ് അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിൽ ഒരു വലിയ ടെമ്പിൾ ഉള്ള കാര്യം അവനിങ്ങനെ ഓർത്തു. He had heard there were several priests at that temple and he made up his mind to go to them and ask them to take him for the acolyte. അങ്ങനെ ആളുകൾ പറഞ്ഞു കേട്ടിട്ട് അവനറിയാം ആ ഒരു ടെമ്പിളിൽ, ആ ഒരു അമ്പലത്തിൽ ഒരുപാട് പുരോഹിതന്മാർ, ഒരുപാട് പ്രീസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ട് അറിയാം. അങ്ങനെ അവന് ആ ഒരു ടെമ്പിളിലേക്ക് പോവാൻ തീരുമാനിച്ചു. അവിടെയുള്ള പ്രീസ്റ്റുകളോട്, അവിടെയുള്ള പുരോഹിതന്മാരോട് അവിടെ അവനെ സഹായിയായി നിർത്തണമെന്നും പറയാൻ വേണ്ടിയിട്ട് അവന് ആഗ്രഹിച്ചു. അങ്ങനെ അവൻ ആ ഒരു ടെമ്പിളിലേക്ക് പോകാൻ തീരുമാനിച്ചു. Now that big temple was closed up. The boy did not know this fact. പക്ഷേ ഇപ്പോൾ ആ ഒരു വലിയ ടെമ്പിൾ അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഈ കുട്ടിക്ക് അറിയില്ല, ഇത് അടഞ്ഞു കിടക്കുന്ന കാര്യമൊന്നും ഈ കുട്ടിക്ക് അറിയില്ല. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. ആ ഒരു ടെമ്പിൾ അടച്ചിടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു ഭൂതമുണ്ടെന്നും ആ ഭൂതം അവിടെയുള്ള പ്രീസ്റ്റുകളെല്ലാം പേടിപ്പിച്ചത് കാരണം അവിടെയുള്ള പ്രീസ്റ്റുകളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ടെമ്പിളിൽ ആരും വരാറില്ല. ആ ഒരു ടെമ്പിൾ ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്, അടച്ചിട്ടിരിക്കുകയാണ്. അത് ഈ കുട്ടിക്ക് അറിയില്ല. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. അങ്ങനെ കുറച്ച് ധീരന്മാരായിട്ടുള്ള പട്ടാളക്കാരൊക്കെ ആ ഒരു ഗോബ്ലിനെ, ആ ഒരു ഭൂതത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു ടെമ്പിളിൽ ചെന്നിട്ടുണ്ടെങ്കിലും ആ പട്ടാളക്കാരും തന്നെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ കുട്ടിയുടെ അടുത്ത് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ആരുടെ നിന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് അവനിതൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടെയുള്ള പ്രീസ്റ്റുകളെയൊക്കെ കാണാൻ തീരുമാനിച്ചു. അവിടുത്തെ സഹായിയായിട്ട്, അവരുടെ പ്രീസ്റ്റുകളുടെ സഹായിയായിട്ട് അവിടെ സ്റ്റേ ചെയ്യാനും അവനെ തീരുമാനിച്ചു. അങ്ങനെ ഈ കുട്ടി ഈ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. When he got to the village, it was already dark and all the people were in bed, but he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. പക്ഷേ ഈ കുട്ടി ആ ഒരു ഗ്രാമത്തിൽ എത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു, രാത്രിയായിരുന്നു. അവിടെയുള്ള ആളുകളൊക്കെ ഉറങ്ങാൻ തുടങ്ങിയിരുന്നു. ആൻഡ് അവൻ നോക്കുന്ന സമയത്ത് എവിടെയും ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുന്നിൻ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ആ കുന്നിൻ മുകളിൽ എന്താണ്, അവിടെ ഒരു ടെമ്പിൾ അവൻ കണ്ടു. ആ ടെമ്പിളിൽ എന്താണ്, ഒരു ലൈറ്റും ഉണ്ടായിരുന്നു, ഒരു പ്രകാശം കൂടെ ആ ഒരു ടെമ്പിളിൽ കണ്ടു. കുന്നിൻ മുകളിലായിരുന്നു ആ ടെമ്പിൾ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ ഗ്രാമവാസികളും ആ സമയത്ത് ഉറങ്ങുമായിരുന്നു. കാരണം അവൻ അവിടെ ചെന്ന സമയത്ത് ഏകദേശം നല്ല ഇരുട്ടായിരുന്നു. People who tell the story say the goblin used to make that light in order to tempt lonely traveler to ask for a shelter.
അപ്പോൾ അവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആ ടെമ്പിളിലുള്ള ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള പ്രീസ്റ്റുകൾ ആരും തന്നെ ഉണ്ടാക്കുന്ന ലൈറ്റ് അല്ല, അത് ആ ഗോബ്ലിൻ, ആ ഒരു ഭൂതം അവിടെ ഉണ്ടാക്കുന്ന ഒരു ലൈറ്റ് ആണെന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് പോകുന്ന ട്രാവലേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഷെൽട്ടർ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ചോദിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് എന്താണ് അവിടെ ആ ഒരു ഗോബ്ലിനാണ്, ആ ഒരു ഭൂതമാണ് അവിടെ ആ ഒരു ലൈറ്റ് തെളിച്ചിട്ടുള്ളത് എന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കുട്ടി നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു ടെമ്പിൾ കണ്ടു. ആ ടെമ്പിളിൽ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ലൈറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചത് ആരായിരുന്നു? ആ ടെമ്പിളിലുള്ള ഭൂതമായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. The boy went once to the temple and knocked. There was no sound inside. അങ്ങനെ ആ കുട്ടി ആ ടെമ്പിളിൻ്റെ അടുത്തെത്തി. എന്നിട്ട് വാതിലിൽ ഇങ്ങനെ മുട്ടാൻ തുടങ്ങി. അപ്പോൾ എന്താ, വാതിലിൽ മുട്ടാൻ തുടങ്ങിയെങ്കിലും അകത്ത് നിന്ന് ഒരു ശബ്ദവും കേൾക്കാനില്ലായിരുന്നു. He knocked and knocked again, but still nobody came. അങ്ങനെ അവൻ ഒരുപാട് തവണ ഇങ്ങനെ മുട്ടി നോക്കിയെങ്കിലും ഒരാളും തന്നെ അപ്പുറത്ത് നിന്ന് പ്രതികരിച്ചില്ല, ആരും തന്നെ ഉള്ളിൽ നിന്ന് വന്നില്ല. At last he pushed gently at the door and was quite glad to find that it had not been fastened. So he went in and saw a lamp burning but no priest. അങ്ങനെ അവന് ആ ഒരു വാതിൽ തള്ളി തുറന്നിട്ട് അകത്തേക്ക് പ്രവേശിച്ചു. പക്ഷെ അവിടെ അതിൻ്റെ അകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല, ഒരു പ്രീസ്റ്റും അതിൻ്റെ അകത്തില്ലായിരുന്നു. പക്ഷെ അവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. He thought some priest would be sure come very soon and he sat down and waited. അങ്ങനെ അവന് അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചതിന് ശേഷം അവനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ്, കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായാലും ഒരു പ്രീസ്റ്റെങ്കിലും വരും എന്നിങ്ങനെ ആലോചിച്ചിട്ട് അവൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ആ ഒരു പ്രീസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. Then he noticed that everything in the temple was grey with dust and thickly spun over the cobwebs. അങ്ങനെ അവൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ചുറ്റുപാടും ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയ സമയത്ത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ആകെ മാറാലയും എല്ലാം കെട്ടിയിട്ട് ആകെ എല്ലാ സാധനങ്ങളും അവിടെയുള്ളതെല്ലാം പൊടി പിടിച്ച് കിടക്കുകയാണെന്ന് അവനിങ്ങനെ ശ്രദ്ധിച്ചു. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അപ്പോൾ അവനിങ്ങനെ ചിന്തിച്ചു, ആ ചുറ്റുപാടും ഇങ്ങനെ നിരീക്ഷിച്ച സമയത്ത് അവനിങ്ങനെ ചിന്തിച്ചു, എന്തായാലും ഇവിടെയുള്ള പ്രീസ്റ്റിന് ഒരു സഹായിയെ ആവശ്യമാണ്. ഈ ടെമ്പിൾ എല്ലാം ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായിയെ എന്തായാലും ഇവിടെയുള്ള പ്രീസ്റ്റുകൾക്ക് ആവശ്യമാണെന്ന് അവനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. He wondered why they had allowed everything to get so dusty. What most pleased him, however, were some big white screens good to paint cats upon. അങ്ങനെ അവന് അത്ഭുതം തോന്നി. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കാൻ കാരണം എന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ അവന് ആലോചിച്ചപ്പോൾ അത്ഭുതം തോന്നി. പക്ഷെ അവന് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ വലിയ വലിയ വൈറ്റ് സ്ക്രീൻസ് ഉണ്ടായിരുന്നു. അവന് ക്യാറ്റുകളെ വരയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ സ്ക്രീൻ ആ ഒരു ടെമ്പിളിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷം തോന്നി. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. അങ്ങനെ ആ സമയത്ത് അവൻ വളരെയധികം ടയേർഡായിരുന്നു. അവൻ ഒരുപാട് ദൂരം നടന്ന് വന്ന് ആ ഒരു ടെമ്പിളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അവൻ വളരെയധികം ടയേർഡാണ്. ആ ഒരു ടയേർഡ് ഒന്നും നോക്കാതെ, ആ ഒരു ക്ഷീണമോ കാര്യങ്ങളൊന്നും നോക്കാതെ ആ ഒരു വൈറ്റ് സ്ക്രീൻ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് അവൻ്റെ ഡ്രോയിങ് ബോക്സ് എടുത്തിട്ട് കുറച്ച് ഇങ്ക് എല്ലാം നിറച്ചിട്ട് അവൻ എന്ത് ചെയ്തു, പൂച്ചകളെ ആ ഒരു വൈറ്റ് സ്ക്രീനിൽ വരയ്ക്കാൻ തുടങ്ങി.